ഹലോ എല്ലാവരെയും വീണ്ടും ലോക്കൽ വെൽ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ ലോക്കൽ വെല്ലിൻ്റെ ഏറ്റവും പുതിയ സവിശേഷതയായ പ്രോഡക്റ്റ് സെറ്റിംഗ്സിനെക്കുറിച്ച് വിശദമായി പഠിക്കാം. ഈ സവിശേഷത ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒന്നിലധികം ഉൽപ്പന്നങ്ങളുടെ സെറ്റിംഗ്സ് എളുപ്പത്തിൽ എങ്ങനെ മാറ്റാം എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. ആദ്യം നമുക്ക് ഏതെങ്കിലും വ്യക്തിഗത ഉൽപ്പന്നങ്ങളുടെ സെറ്റിംഗ്സ് എങ്ങനെ മാറ്റാം എന്ന് നോക്കാം. ആദ്യം സ്റ്റോക്ക് സെക്ഷനിലേക്ക് പോകുക. അവിടെ ആ ഉൽപ്പന്നത്തിനായി തിരയുക. ഉൽപ്പന്നം തിരഞ്ഞതിന് ശേഷം വലതുവശത്തും മുകളിലായി ഡെബ്നാരിത എന്ന ഓപ്ഷൻ കാണാം. മൗസിൽ തൊടാതെ അമർത്തിയാൽ ആ വിഭാഗം തുറക്കും. ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷനുകൾ കാണാം: ഉൽപ്പന്നം, കിഴിവ്, ഓർഡർ ബുക്ക്. കൺട്രോൾ വലത്തോട്ടും ഇടത്തോട്ടും അമർത്തി ഈ വിഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ പോകാം. ഉൽപ്പന്ന വിഭാഗത്തിൽ ഉൽപ്പന്നത്തിന്റെ പേര്, അതിന്റെ കമ്പനിയുടെ പേര്, ഡിഫോൾട്ട് ഘടന എന്നിവ കാണാം. ബാർകോഡ് ഓപ്ഷൻ വലതുവശത്ത് കാണാം. ഉൽപ്പന്നത്തിന്റെ ബാർകോഡ് നമ്പർ ഇവിടെ നൽകാം. ഉൽപ്പന്ന ഫോം താഴെയുണ്ട്. ബൾക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മാറ്റാം. വലതുവശത്ത് ലൊക്കേഷൻ ഉണ്ട്. ഉദാഹരണത്തിന് ഡോൾഷിപ്പ് ടാപ്പ് നിങ്ങളുടെ മെഡിക്കൽ ഷോപ്പിലെ 20-ാം നമ്പർ റാക്കിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് കരുതുക. എളുപ്പത്തിൽ അമർത്തുക. ഒരു പുതിയ വിഭാഗം സൃഷ്ടിക്കാനും കഴിയും. ഉൽപ്പന്നത്തിന്റെ അവസാന ഓപ്ഷൻ അയഞ്ഞ ബില്ലിംഗ് പ്രാപ്തമാക്കുക എന്നതാണ്. പലപ്പോഴും ഉപഭോക്താക്കൾ മുഴുവൻ സ്ട്രിപ്പും വാങ്ങാതെ ചിലപ്പോൾ 2 അല്ലെങ്കിൽ 4 ടാബ്ലറ്റുകൾ മാത്രം എടുക്കുന്നു. നിങ്ങൾക്ക് ആ ടാബ്ലറ്റുകളുടെ ബില്ലിംഗ് നടത്താം. ഇതിനെ അയഞ്ഞ ബില്ലിംഗ് പ്രാപ്തമാക്കുക എന്ന് വിളിക്കുന്നു. ഇത് പരിശോധിക്കാതെ വച്ചാൽ വിൽക്കുന്ന സമയത്ത് അയഞ്ഞ ബില്ലിംഗ് ഓപ്ഷൻ ലഭിക്കില്ല. പരിശോധിച്ചാൽ ഓപ്ഷൻ ലഭിക്കും. ഡിസ്കൗണ്ട് വിഭാഗത്തിലേക്ക് വന്നാൽ കിയതയും പരമാവധി വിൽപ്പന കിഴിവും കാണാം. ഈ ഉൽപ്പന്നത്തിന്റെ കുറഞ്ഞതും പരമാവധി വിൽപ്പന കിഴിവും നിശ്ചയിക്കാം. കിഴിവ് തിരഞ്ഞെടുക്കുന്നതിന് ശേഷം കുറഞ്ഞ കിഴിവ് ലഭിച്ചതിന് ശേഷം നിങ്ങളുടെ മാർജിൻ എത്രയാണെന്നും പരമാവധി കിഴിവ് ലഭിച്ചതിന് ശേഷം നിങ്ങളുടെ മാർജിൻ എത്രയാണെന്നും എല്ലാം കാണിക്കുന്ന മാർജിനും ഇത് കാണിക്കും. ഇതോടൊപ്പം നിങ്ങളുടെ ഉൽപ്പന്നം ഓൺലൈൻ സ്റ്റോറിൽ ലിസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അത് പരിശോധിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പരിശോധിക്കാം. കൂടാതെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓൺലൈൻ സ്റ്റോറിന്റെ കിഴിവ് തിരഞ്ഞെടുക്കാനും കഴിയും. ഓർഡർ ബുക്ക് സവിശേഷതയും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ ഭാവി വീഡിയോകളിൽ ഞങ്ങൾ തീർച്ചയായും ഇതിനെക്കുറിച്ച് സംസാരിക്കും. അതിനാൽ നിങ്ങൾ -2 അമർത്തി ഈ ക്രമീകരണങ്ങൾ പ്രയോഗിക്കും. ഇനി നിങ്ങൾക്ക് ഒന്നിലധികം ഉൽപ്പന്നങ്ങളുടെ സെറ്റിംഗ്സ് ഒരുമിച്ച് മാറ്റണമെങ്കിൽ ഇടതുവശത്തേക്ക് വരൂ. ഇവിടെ നിങ്ങൾക്ക് സ്റ്റോക്ക് ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ പ്രോഡക്റ്റ് കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. പ്രോഡക്റ്റ് സെറ്റിംഗിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഇന്റർഫേസ് കാണാം. ഇവിടെ മുകളിൽ വ്യത്യസ്ത തരം ഫിൽട്ടറുകൾ നൽകിയിരിക്കുന്നു. ആദ്യം ഉൽപ്പന്നം. ഇതിൽ നിങ്ങൾക്ക് ഉൽപ്പന്നത്തിന്റെ പേര്, അതിന്റെ കമ്പനി അല്ലെങ്കിൽ അതിന്റെ റാക്ക് നമ്പർ എന്നിവ ഉപയോഗിച്ച് തിരയാം. രണ്ടാമത്തേത് ഇനീഷ്യലുകളാണ്. ഇതിൽ നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ അക്ഷരമാല ഉപയോഗിച്ച് തിരയാം. മൂന്നാമത്തെ ഓപ്ഷൻ കമ്പനിയാണ്. അതിനാൽ ഏത് കമ്പനിയുടെ ഉൽപ്പന്നത്തിന്റെ സെറ്റിംഗ് നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നുവോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കമ്പനിയും അതിന്റെ അടുത്ത ലൊക്കേഷനും ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. സ്റ്റോക്ക് ചേർക്കുമ്പോൾ ലോക്കൽ മൂല്യം നിങ്ങൾക്ക് ഒരു പ്രത്യേക ഉൽപ്പന്നത്തിന്റെ ലൊക്കേഷൻ ചേർക്കാനുള്ള ഓപ്ഷൻ നൽകുന്നു. അത് നിങ്ങളുടെ സ്റ്റോറിൽ ഏത് വാതിലിന്റെ ഏത് വിഭാഗത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന്. അതിനാൽ നിങ്ങൾ ഏത് ഉൽപ്പന്നത്തിന്റെ ലൊക്കേഷൻ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് തുടർന്ന് നിങ്ങൾക്ക് ആ ഉൽപ്പന്നങ്ങൾ ഇവിടെ ലൊക്കേഷൻ തിരിച്ചു തിരയാം. അവസാനത്തേത് നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിഭാഗം, ആരുടെ ക്രമീകരണങ്ങൾ എന്നിവ മാറ്റണം. നിങ്ങൾ അവ പരിശോധിച്ച് -2 അമർത്തുക. ഇനി ഫിൽട്ടറുകൾ പ്രയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങളുടെ ഒരു ലിസ്റ്റ് ലഭിക്കും. ഇടതുവശത്ത് നിങ്ങൾക്ക് ചെക്ക് ആൻഡ് ചെക്ക് എന്ന ഒരു ഓപ്ഷൻ കാണാം. തുടർന്ന് ഒറ്റയടിക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുക. ഫിൽട്ടർ പ്രയോഗിച്ചതിന് ശേഷം ഉൽപ്പന്നങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് അവയെല്ലാം ഒറ്റയടിക്ക് മാറ്റണമെങ്കിൽ ഇവിടെ മുകളിലുള്ള ആദ്യത്തെ ചെക്ക് മാർക്ക് പരിശോധിക്കുക. തുടർന്ന് എല്ലാ ഉൽപ്പന്നങ്ങളും തിരഞ്ഞെടുക്കപ്പെടും. അതിനുശേഷം വലതുവശത്ത് ബൾക്ക് അപ്ഡേറ്റ് എന്ന ഓപ്ഷൻ കാണാം. -2 അമർത്തിയ ശേഷം ശരിയായതിന്റെ ഈ വിഭാഗം നിങ്ങൾക്കായി തുറക്കും. അതിനാൽ ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങളുടെ രൂപം തിരഞ്ഞെടുക്കാം എന്നതാണ്. രണ്ടാമത്തേത് സ്റ്റോറിലെ ഈ ഉൽപ്പന്നങ്ങളുടെ സ്ഥാനം എന്താണ്. മൂന്നാമത്തേത് ഈ ഉൽപ്പന്നങ്ങളുടെ വിഭാഗം എന്താണ്. ഫോർത്ത് നെസറി ലൂസ് ബില്ലിംഗ്. കുറച്ചു മുൻപ് നമ്മൾ സംസാരിച്ചത് ഷോർട്ടേജ് കണക്കുകൂട്ടൽ ഇപ്പോൾ ഓർഡർ ബുക്കിന്റെ സവിശേഷതയാണ്. അടുത്ത വീഡിയോയിൽ തീർച്ചയായും അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും കുറഞ്ഞ വിൽപ്പന കിഴിവും പരമാവധി വിൽപ്പന കിഴിവും ഇവിടെ നിന്ന് തീരുമാനിക്കാം. നിങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ സ്റ്റോറിൽ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പരിശോധിക്കുക. നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏത് കിഴിവും അവിടെ നിങ്ങൾക്ക് അത് ഇവിടെയും പരാമർശിക്കാം. അവസാന ഓപ്ഷൻ പ്രിഫേർഡ് ഡിസ്ട്രിബ്യൂട്ടർ എന്നതാണ്. ഇഷ്ടപ്പെട്ട വിതരണക്കാരനെ തിരഞ്ഞെടുക്കുന്നതിന്റെ പ്രയോജനം അടുത്ത തവണ നിങ്ങൾ ഒരു ഓർഡർ ബുക്ക് ചെയ്യുമ്പോഴെല്ലാം ആ ഓർഡർ നിങ്ങൾ തിരഞ്ഞെടുത്ത ഇഷ്ടപ്പെട്ട വിതരണക്കാരന്റെ പേരിനൊപ്പം നേരിട്ട് നൽകും എന്നതാണ്. നിങ്ങളെ നേരിട്ട് ഇതിലേക്ക് കൊണ്ടുവരും.
ക്രമീകരണങ്ങൾ മാറ്റി സേവ് അമർത്തുമ്പോൾ ഒന്നിലധികം ഉൽപ്പന്നങ്ങളുടെ ക്രമീകരണങ്ങൾ ഒറ്റയടിക്ക് മാറ്റാം. ഈ സവിശേഷതയ്ക്ക് മുമ്പ് ഉപഭോക്താക്കൾക്ക് ഒന്നിലധികം ഉൽപ്പന്നങ്ങൾ ഒറ്റയടിക്ക് അപ്ഡേറ്റ് ചെയ്യാനായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഏത് വിഭാഗത്തിലെയും എത്ര ഉൽപ്പന്നങ്ങളുടെയും ക്രമീകരണങ്ങൾ ഒറ്റയടിക്ക് മാറ്റാം. ഇതാണ് ഇന്നത്തെ ഉൽപ്പന്ന ക്രമീകരണ ട്യൂട്ടോറിയൽ. ഞങ്ങളുടെ ഉള്ളടക്കം ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നു മുതൽ കെഡേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായം രേഖപ്പെടുത്തുക. ലോക്കൽ വെല്ലുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്യാം. പുതിയ ഉള്ളടക്കവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ വിട.